മാർക്കസ് മർക്കലാവോ എന്തായാലും ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് 2-3 ദിവസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ ഹെഡ് കോച്ച് ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫർമേഷൻ തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ എന്നുള്ള പറയുന്നത് പോലെ ചോദിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നതും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്പോർട്സ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതിന് മുന്നേ ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റിൽ നമ്മൾ ഇടുമായിരുന്നു. പിന്നെ ഞാനതിൽ കുറേയൊക്കെ നമ്മുടെ ഏകദേശം അവസ്ഥയൊക്കെ അവസാനിക്കാറായതുകൊണ്ടും കളി കാണുന്നുണ്ടെങ്കിലും അതിനകത്തൊന്നും പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തത് കൊണ്ടുമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ നിലവിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കസ് മർക്കലാവോ ഏകദേശം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ കോച്ച് വരും എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഒരുപാട് കമൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ താഴെ ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ക്ലൂ തരുമോ ചേട്ടാ എന്ന് ചോദിച്ചതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ കോച്ച് സൈൻ ചെയ്യട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ അതിനൊരു ക്ലൂവോ കാര്യങ്ങളും ഒക്കെ പറയാം എന്നുള്ളത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൺഫേം ആയിട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഈ 2-3 ദിവസത്തിനുള്ളിൽ ഒരു കോച്ച് വരും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അതിൻ്റെ താഴെ ഒരുപാട് പേരുടെ, അതായത് ഒരുപാട് കോച്ചസിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു റൂമേഴ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് കണക്റ്റായിട്ട് നിൽക്കുന്നത് ഒരു സ്പാനിഷ് കോച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചായിട്ടുണ്ടാവുക. ആൻഡ് അത് ഡേവിഡ് ഡോങ്കിയ എന്നുള്ള പേര്, അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു 43-കാരനായിട്ടുള്ള കോച്ചായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളൊരു റൂമർ കുറച്ചും കൂടെ ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്. ഇവാൻ മുക്കമനോവിച്ചിൻ്റെ പേരും പിന്നെയും ചർച്ചയിലൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ആര് വരണമെന്നാണെന്നും ആര് വരുമെന്നായിരിക്കും നിങ്ങളുടെ ഒരു തോന്നൽ എന്നുള്ള കാര്യം കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ഫാബ് മീറ്റിംഗ് ഉണ്ടല്ലോ, ഫാൻസ് അഡ്വൈസറി ബോർഡ്, അതിൻ്റെ മീറ്റിങ്ങിൽ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മെഡിക്കൽ ടീം ഉണ്ടല്ലോ, അവരൊരുപാട് കാര്യങ്ങൾ അണ്ടർഗോ ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ചിലപ്പോൾ മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു സാധനം കൂടെ വരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബ്ബിൽ മാത്രമല്ല ഈ പരിക്കും കാര്യങ്ങളും സംഭവങ്ങളും അത് കഴിഞ്ഞുള്ള റിക്കവറിയുടെ ടൈമും എല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്, ഈ 11 വർഷത്തിൽ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു ക്ലബ്ബുകളിലൊന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്തൊരു ടൂർണമെൻറ്റ് വരാനായിട്ട് പോവാണ്. ISL കഴിഞ്ഞിട്ടില്ലെങ്കിലും അടുത്തൊരു ടൂർണമെൻറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ കോച്ച് വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം അറിഞ്ഞുകൂടാ. അതുപോലെ ഒരുപാട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള റൂമേഴ്സ് ഇങ്ങനെ പറന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കതിനകത്ത് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ TG പുരുഷോത്തമനും അതുപോലെ തന്നെ തോമാച്ചനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടീമിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കൊരു ചാൻസും കൂടെ കൊടുത്തില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ഒരു ഫോറിൻ കോച്ചിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചിനെ ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്തായാലും നമുക്കും കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിടുമ്പോഴേക്കും അതിൻ്റെ അനൗൺസ്മെൻറ്റ് വല്ലതും വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആരായിരിക്കും, എന്തായിരിക്കും, ഇനി എന്തൊക്കെയായിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകണമെന്ന് തോന്നണമെന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് സ്പോർട്സ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.